നിങ്ങളെപ്പോലത്തെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെപ്പോലത്തെ ഒരു കലാകാരനെ ഞാൻ കണ്ടിട്ടില്ല. നീ പാട്ടും പാടി നടന്നിട്ട് എവിടെ എത്തും? ഞാൻ എത്തും. പക്ഷെ എനിക്കതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ എനിക്കില്ല. അഭിനേതാവ് നിങ്ങളാണ്, പാട്ടുകാരൻ നിങ്ങളാണ്, തിരക്കഥാകൃത്ത് നിങ്ങളാണ്. ഇതെല്ലാം എൻ്റെ ജീവിതമാണ്. ഇന്ന് അറിയപ്പെടുന്നവരൊക്കെ കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് അറിയപ്പെടാത്തവരായി. ആ അറിയപ്പെടാത്തവർ ഇന്ന് അറിയപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ അറിയപ്പെടാത്ത സുഫാൻ ഇനി അറിയപ്പെടും. ഇരുള് നിറയും, ഉടല് പിടയും, ഭീതി പടരും, കാണുന്നുവോ ലോകമേ. നീ എങ്ങനെയാണ് നീ ഇപ്പം ഈ സാഹചര്യത്തിൽ പാട്ട് പാടുന്നത്? എങ്ങനെയാണ് നീ എഴുതുന്നത്? ശരിക്കും തിരിച്ചല്ലൊരു പറയണ്ടേ, കണ്ടെത്തണ്ടേ. ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു കഴിവുള്ളതിൻ്റെ പേരിലാണ് ഇത്രയും പ്രയാസങ്ങൾക്കിടയിൽ ഈ മുന്നോട്ട് പോകുന്നത്. ഇനി ഞാൻ പറയേണ്ട ഒരാളുണ്ട്, പ്രണയലേഖനം. അതാണ് ദ ഹൈലൈറ്റ്. ഒരിക്കലും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്ക് ദ ലാസ്റ്റ് മൂമെൻറ്റ്, ദ ലാസ്റ്റ് ഹോപ്പ് എന്ന് പറയുന്ന സംഭവം അതൊരു റിയാലിറ്റി ആണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. കാരണം എൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു, 8 വട്ടത്തിൽ പൊട്ടി. അധികാരികളും മേലാളന്മാരും എല്ലാവരും ഹസ്തദാനം ചെയ്ത് പിരിയുമ്പോഴും, തർക്കങ്ങളെല്ലാം കഴിഞ്ഞ് പിരിയുമ്പോഴും അവർ ബലിയാടാക്കപ്പെട്ടിട്ടുള്ള കണ്ണുനീരുകൾക്ക് മുന്നിൽ അവർക്ക് എന്ത് പറയാൻ പറ്റും? വളർത്താനാണെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട് ഒതുക്കും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, കയ്യിൽ ഒരു കലയുണ്ടെങ്കിൽ, ആ കലയിൽ സത്യമുണ്ടെങ്കിൽ, അവൻ്റെ അധ്വാനം ആത്മാർത്ഥമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഇവിടെ എത്തും. ഓക്കെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അത് പാർട്ട് ഓഫ് അവൻ്റെ വിശ്വാസ രീതികളാണ്. അവൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് ചോദ്യം. ചെയ്താൽ അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മറ്റൊരു ചോദ്യം. അത് തിരിച്ചറിവ്. അവിടെ ഈ വാക്ക് തന്നെയാണ് ഏറ്റവും ഉചിതം. ഇപ്പോൾ പറഞ്ഞു പോയ വാക്ക് തന്നെയാണ് ഏറ്റവും. നമ്മുടെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളുണ്ടാവും. അവിടെ നമ്മൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അതൊന്ന്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ പിന്നിലോട്ട് വരാൻ ഉള്ളൊരു മൊമെൻ്റ് ഉണ്ടല്ലോ. ആ മൊമെൻറ്റിൽ നമ്മുടെ മുന്നിലോട്ട് കാണുന്ന, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ, എൻ്റെ സാഹചര്യം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് എന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് പിന്നിലോട്ട് കൊണ്ടുവന്ന മുഖങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ കാണുമ്പോൾ അത് അനുഭവിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവും. പക്ഷെ അവരോടത് പറയാനും പറ്റില്ല. ഇതാണ് എൻ്റെ ഈ ഒരു സിറ്റുവേഷനിലാണ്. അവിടെ നിന്നിട്ടാണ് ഇയാൾ പാട്ട് എഴുതുന്നത്. അവിടെ നിന്നിട്ട് ജനം കാണുന്നത് ഇവൻ പാട്ടുപാടി നടക്കുകയാണ്. ഇവൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവൻ ജീവിക്കുമ്പോൾ പാട്ട് പാടുക. ഇവൻ പാട്ട് പാടുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ കയ്യിൽ അതേ ഉള്ളൂ, അവൻ അതുകൊണ്ടാണ് ജീവിക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. കാരണം വിക്ടറി നമ്മളിപ്പോഴും നേടിയിട്ടില്ല. നമുക്ക് അതിലേക്ക് അപ്പോൾ ഇത്രയും പെയിനായിട്ട് ഉള്ളൊരു മനുഷ്യൻ ഇങ്ങനൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് പെയിനോട് കൂടിയാണ് വരുന്നത്. അവിടെയാണ് ജലാൽ ഭായ് ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി. അങ്ങനെ ആരെങ്കിലും ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ, ഇത്രയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഒരുപാടുണ്ടായിട്ടുണ്ട്, ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ പോയി കാണാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ ആ ആർട്ടിസ്റ്റ് ആയിരിക്കില്ല ബ്ലോക്ക് ചെയ്യുക, അവിടം വരെ എത്തും. പക്ഷെ അവസരങ്ങൾ കിട്ടരുത്. ഞാൻ ഒരുപാട് പ്രാവശ്യം എത്രയോ ദൂരത്ത് പോയിട്ട് വഴുകി വന്നിട്ടുണ്ട്. അവരെ കാണാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അവരുടെ ആൾക്കാർക്ക് ഞാൻ വർക്ക് അയച്ചു കൊടുത്തിട്ട് അവരത് മനഃപൂർവ്വം കൊടുക്കാത്തവരുണ്ട്. പക്ഷേ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആൾക്ക് ഫോൺ ചെയ്തിട്ട് ആ ഫോൺ കട്ടായിട്ടില്ല എന്നുള്ള അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് പറയുകയാണ്, ഇനിയിപ്പോൾ ഇത് അയച്ചു കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളത്. അതുവരെ എൻ്റെ അടുത്ത് മര്യാദയൊക്കെ സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. അതൊരു റിയാലിറ്റി ആണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അതായത് ഞാൻ ഇപ്പോൾ കൊടുക്കാത്ത ആൾക്ക് അയച്ചു കൊടുക്കാത്ത 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അദ്ദേഹം ഫോൺ കട്ടായിട്ടുണ്ടായിരുന്നില്ല, ഞാനും ഫോൺ കട്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്പീക്കറിലായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളോട് ചിലപ്പോൾ എല്ലാവരും ചിരിച്ച് വളരെ തോളിൽ കൈയിട്ടൊക്കെ നിൽക്കും. പക്ഷേ
റിയാലിറ്റിയിൽ വളർത്താനാണെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയിട്ട് ഒതുക്കും. അങ്ങനെയുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ അറിയപ്പെടുന്ന ഒരുപാട് ഗായകരുണ്ട്. ഇപ്പോൾ സലീം ആയാലും ഒരുപാട്, ഇപ്പോൾ ഹനാൻ, ഇവരൊക്കെ എത്രയോ ആൾക്കാർക്ക് അപ്പോൾ ഓരോ പിള്ളേരെ സ്റ്റേജിൽ കയറ്റുന്നു, അവർ ചെയ്യുന്നു. വേടൻ എത്രയോ ഇപ്പോൾ കറുപ്പ് എന്ന് പറഞ്ഞ ടീംസിന് കൊണ്ടുവന്നു, അവൻ എത്ര ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ചേർത്ത് വെക്കുന്നവരുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ ആ ആർട്ടിസ്റ്റ് ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതിനകത്ത് ആ മെയിൻ ക്യാരക്ടർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇവരെ ബ്ലോക്ക് ചെയ്യുന്നതെല്ലാം ഈ വക്കിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള, അവർ എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, കയ്യിൽ ഒരു കലയുണ്ടെങ്കിൽ, ആ കലയിൽ സത്യമുണ്ടെങ്കിൽ, അവൻ്റെ അധ്വാനം ആത്മാർത്ഥമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെയെത്തും. സെറ്റാണ്. ഇത്രയേ ഉള്ളൂ. ഇന്ന് എനിക്കൊറ്റ കാര്യം കൂടെ പറയാനുള്ളൂ നിങ്ങളെ കാര്യത്തിൽ. ഇന്ന് അറിയപ്പെടുന്നവരൊക്കെ കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് അറിയപ്പെടാത്തവരായിരുന്നു. ആ അറിയപ്പെടാത്തവർ ഇന്ന് അറിയപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ അറിയപ്പെടാത്ത സിഫാൻ ഇനി അറിയപ്പെടും. കാരണം നിങ്ങൾ അത്രയും പവർഫുള്ളാണ്. കാരണം എനിക്ക് ജീവിച്ചേ പറ്റൂ, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ എവിടെ ആരെടുത്ത് പറഞ്ഞാലും അവരെന്നോട് ചോദിക്കും, നീ പാട്ടും പാടി നടന്നിട്ട് എവിടെ എത്തും? ഞാൻ എത്തും. പക്ഷെ എനിക്കതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ എനിക്കില്ല. കാരണം എൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു, 8 വട്ടത്തിൽ പൊട്ടി. ദുബായിൽ ഇപ്പോൾ എവിടെയുള്ളത്? ദുബായിൽ ഇപ്പോൾ ഞാൻ ജുമേറയിലാണ്. ഫാമിലി ആയിട്ടാണ്? അല്ല, ഫാമിലി അല്ല, ഫാമിലി ആയിട്ട് ഒമാനിലുണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് ബിസിനസ്സിൻ്റെ തകർച്ചകൾ കാരണം ഞാൻ കോവിഡിൻ്റെ ഒരു വിക്ടമാണ് ഞാൻ പലപ്പോഴും. സെക്കൻഡ് സീസണിൻ്റെ അതിൽ മൊത്തത്തിൽ പൊട്ടിപ്പോയ റൺസിനാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും നാട്ടിലാണ്. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാവരും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വൈഫ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പാട്ടുകൾ കാലം മാറിയപ്പം പാട്ടിൻ്റെയൊക്കെ സ്റ്റൈൽ മാറി. പണ്ട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ എഴുതിയ പാട്ടുകൾ വളരെ മനോഹരമായിട്ട് ഇന്നത്തെ പുതിയ തലമുറയിലെ ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള എഴുത്തുകാർ എഴുതിയിട്ട് പല വർക്കുകൾ ഇന്ന് നമുക്ക് യൂട്യൂബിനകത്ത് കാണാം. അതുപോലെ പാട്ടിലൂടെ നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയാൻ പറ്റിയ, പ്രതിഷേധിക്കാൻ പറ്റിയ ആ ഒരു കാഴ്ചപ്പാടും മൈൻഡും ഒക്കെ ഇടയ്ക്ക് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്ന് പറയുന്നത് അവനെപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കും. കലഹങ്ങൾക്ക് മുകളിൽ കലഹങ്ങളോട് കലഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ് കലാകാരൻ എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം. ഇപ്പോൾ ഞാൻ ഒരു പാട്ട് എഴുതുമ്പോൾ പ്രണയം മാത്രമല്ല സബ്ജക്റ്റുകൾ, ഇമോഷണൽ ബോണ്ടുകൾ പലതും, സൗഹൃദങ്ങളുണ്ടാവാം, അമ്മയോടുള്ള സ്നേഹം ഉണ്ടാവാം, പിതാവിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവും. യഥാർത്ഥ കലാകാരനാണെങ്കിൽ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും വരണമെന്നാണ്, ഒരു സൈഡ് മാത്രമല്ല അല്ലാതെ എല്ലാ കാര്യങ്ങളും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ എഴുത്തുകളും ഒരു സ്റ്റോറി ലൈൻ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ എഴുതാറ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ സാമൂഹികമായിട്ട് ഒരുപാട് സമകാലിക പ്രസക്തിയുള്ള സബ്ജക്റ്റായിരുന്നു ഗാസയിൽ എത്രയോ കുഞ്ഞുങ്ങളെ, ഗാസ എന്ന് മാത്രമല്ല അത് നൈജീരിയയിലായാലും ഉഗാണ്ടയിലായാലും എവിടെയായാലും ഏത് സ്ഥലങ്ങളിലായാലും എവിടെയൊക്കെ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ജീവിതങ്ങളാണ്. ഒരു സ്വേച്ഛാധിപത്യത്തിനോടോ അല്ലെങ്കിൽ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും അല്ലെങ്കിൽ എന്ത് അധികാരത്തിന് വേണ്ടിയാലും എന്ത് നേടിയെടുക്കാനായാലും എൻഡ് ഓഫ് ദി ഡേ ദേ ആർ കില്ലിങ് പീപ്പിൾ. അവിടെ ഒരു മനുഷ്യ ജീവൻ എടുക്കാൻ ഒരു മനുഷ്യന് എവിടെയാണ് അധികാരം? നമുക്ക് ഒരു മനുഷ്യന് ഒരു ജീവിതം കൊടുക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് അങ്ങനെയാണ് നമ്മൾ എടുക്കുക. എത്ര നിരപരാധികളായിട്ടുള്ള, എവിടെയും കൊല്ലപ്പെടുന്നത് നിരപരാധികളാണ്. അധികാരികളും മേലാളന്മാരും എല്ലാവരും ഹസ്തദാനം ചെയ്ത് പിരിയുമ്പോഴും, തർക്കങ്ങളെല്ലാം കഴിഞ്ഞ് പിരിയുമ്പോഴും അവർ ബലിയാടാക്കപ്പെട്ടിട്ടുള്ള കണ്ണുനീരുകൾക്ക് മുന്നിൽ അവർക്ക് എന്ത് പറയാൻ പറ്റും? അവിടെയാണ് ഞാൻ ഗാസ എന്ന് പറയുന്ന ആ പിഞ്ചു മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയത്. എന്താ എഴുതി തുടങ്ങിയത്? അതായിരുന്നു, ആ പാട്ട് റിലീസ്ഡ് ആയിട്ടുണ്ട് ഓൾറെഡി. എന്നും എങ്ങും തീനാളങ്ങൾ തോരാ കണ്ണീർ ദുരിതവിലാപങ്ങൾ, എന്നും എങ്ങും തീനാളങ്ങൾ തോരാ കണ്ണീർ
ദുരിതവിലാപങ്ങൾ ഹൃദയഭേദക കാഴ്ചകൾ എന്നും ചിതറും ശിഥിലമാ ദേഹങ്ങൾ ഹൃദയഭേദക കാഴ്ചകൾ എന്നും ചിതറും ശിഥിലമാ ദേഹങ്ങൾ ഇരുള് നിറയും ഉടല് പിടയും ഭീതി പടരും കാണുന്നുവോ ലോകമേ ഈ ഗാസ. അങ്ങനത്തെ പാട്ട്. സോ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ വിഷയങ്ങളോടും നമുക്ക് പ്രതിബദ്ധതയുണ്ട്. നമ്മൾ സംസാരിക്കേണ്ടതാണ്. അവിടെ എന്ത് തോന്നും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ളതല്ല. കലാകാരൻ എന്നും ഒരു പൊതുസ്വത്താണ്, ഒരു പൊതുസ്വത്താണ്. ഇപ്പം ഞാൻ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത ഒരു ശ്രമം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് മാതാപിതാക്കൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി മക്കളെ വളർത്തുന്നു. അവർ ക്യാമ്പസുകളിൽ പോകുന്നു. ഇന്നൊരു പലരും, ഒരിക്കലും എല്ലാവരും അല്ല, വിരളമായ പലരും ലഹരിയിലും മറ്റുള്ള സബ്ജക്റ്റുകളിലൊക്കെ പോയി പെട്ട് അവരുടെ ആ വെളിച്ചം, ജീവിതത്തിൻ്റെ വെളിച്ചം തല്ലി തകർക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അവിടെ മക്കളും ജീവിതം പൊലിയും മാതാപിതാക്കളുടെയും ജീവിതം തകരും. അപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുന്നുണ്ട്. ആ ഒരു സബ്ജക്റ്റാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം ഓൾറെഡി റെഡിയാണ്. അത് പൊതുജനം എന്ന സബ്ജക്റ്റാണ്. അത് ഇവിടെ എൻ്റെ മുന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് പതാകയുടെ നിറമോ പാർട്ടിയുടെ നിറം വ്യത്യാസം ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അവൻ്റെ എല്ലാം എൻഡ് ഓഫ് ദ ഡേ അവരുടെ എയിം എന്ന് പറയുന്നത് പൊതുജന സേവനമാണ്. സോ അവൻ ഏത് പാർട്ടിയിലായാലും എൻഡ് ഓഫ് ദ ഡേ അവരെല്ലാവരും ജനസേവകരാണ്, സന്നദ്ധ ജനസേവകരാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ എഴുതി കഴിഞ്ഞത്. അത് പൊതുജനം പതിവിൽ കാണും പ്രഹസനം, പ്രബുദ്ധരിൽ പതിവായി കാണും പരിഭവം, നീ പ്രതിനിധി അതിയൻ തലവിധി, മാറി വരുന്നവർ നിരവധി വാഗ്ദാനത്തിൻ കൊടുമുടി. ഒരു വേടൻ സ്റ്റൈൽ. നോ നമ്മളെ ഓരോ ആൾക്കാരും ആർട്ടിസ്റ്റുകളും നമുക്ക് നൽകുന്ന ഒരു ഇൻസ്പിറേഷൻസ് ഉണ്ട്. സോ നമ്മൾ ഒരിക്കലും പിന്നിലോട്ട് നിൽക്കേണ്ട ആൾക്കാരല്ല, നമ്മൾ സംവദിക്കേണ്ടവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആരും പോയിൻ്റ് ചെയ്യാതെ നമുക്ക് പറയാം. ഏത് പ്രതിനിധികൾ വരുമ്പോഴും പൊതുവിൽ ബലിയാടാവുന്നത് എല്ലാ ആൾക്കാരും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വന്നാൽ അവർ വന്നാൽ അവസാനം എല്ലാവരും വന്നു പോകുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ പടയാളികളെല്ലാവരും പടവെട്ടുന്നു, അരങ്ങ് വാഴുന്നവരെല്ലാവരും വാണുകൊണ്ടിരിക്കുന്നു. പൊലിഞ്ഞു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ, അവിടെ അവരുടെ പ്രതീക്ഷകൾ, അവരെ കാത്തു നിൽക്കുന്ന വീട്ടിലേക്ക് ഒരുപാട് മനസ്സുകൾ കണ്ടെത്തുന്നത്, കാണുന്നത്, തകർന്നു പോകുന്ന ജീവിതങ്ങൾ. എവിടെ പോയി അവിടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് തമ്മിൽ തല്ലാനുള്ളതല്ലല്ലോ, നമുക്ക് നല്ല നാളെ എടുത്ത് കൊണ്ടുവരാനുള്ളതല്ലേ. അവർ ഏതൊരു ലീഡറും ആ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അണികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് തമ്മിൽ തല്ലാനല്ല, തല്ലാതെ നമ്മുടെ അവകാശങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ പറ്റുന്നവരാവണം യഥാർത്ഥ ലീഡേഴ്സ്. അങ്ങനെയും ചെയ്യാം. ഇതാണ് എൻ്റെ കൺസെപ്റ്റുകളാണ്. ഒരിക്കലും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരല്ല. എല്ലാ നല്ല രാഷ്ട്രീയക്കാരെയും, ഇപ്പോൾ വിവിധ മേഖലകളിലുള്ള വിവിധ പേരുകൾ, രാഷ്ട്രീയ പാർട്ടികൾ പേരുകൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ അവരൊക്കെ എത്രയോ നല്ല ആൾക്കാർ. നമ്മൾ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ, ഇപ്പം ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാട് വേറെ ആയിരിക്കും, എൻ്റെ പാർട്ടി വേറെ ആയിരിക്കും. പക്ഷെ അപ്പുറത്തുള്ള പാർട്ടിയിൽ ആ ലീഡർ എനിക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? അത് അവർ കാണിച്ച ക്വാളിറ്റിയാണ് അല്ലേ. എത്രയോ പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ലീഡേഴ്സ്, പല പല വിവിധ പാർട്ടികളിലുള്ള എത്രയോ ലീഡേഴ്സ്, അവരെല്ലാവരും ജനത്തിന് പ്രിയപ്പെട്ടവരാവുന്നത് എങ്ങനെയാണ്? അവിടെ പാർട്ടിയില്ല, അവർ നൽകിയ വ്യക്തിത്വമാണ്, അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ആര് വന്നാലും നമുക്ക് വേണ്ടത് പൊതുജനത്തിൻ്റെ വളർച്ചയാണ്, മേലാളന്മാരുടെ വളർച്ചയല്ല. ജനങ്ങളാണ് വളരേണ്ടത്. മേലാളന്മാർ അവർ ഈ അരങ്ങ് വാഴുന്നു എന്ന് പറയുന്ന ആൾക്കാർ, അവർ അരങ്ങ് വാഴാൻ വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ള ആൾക്കാരല്ല, പൊതുജനങ്ങളെ സേവിക്കാൻ അതിന്
പ്രതിബദ്ധതയായിട്ട് അവരുടെ ഊർജവും അവരുടെ സമയവും അവരുടെ ചിന്തയും എല്ലാം ആ ജനങ്ങൾക്ക് വേണ്ടി സ്വയം സന്നദ്ധരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതായിരിക്കണം ഏതൊരു പാർട്ടിയും ഏതൊരു ലീഡറും കാണിക്കേണ്ടത്. ഇപ്പം എഴുതിയിട്ടുള്ള ഈ പാട്ട് മ്യൂസിക് ചെയ്തത് ഞാൻ തന്നെയാണ്. സഫാനാണ്, അതെ ലിറിക്ക് നിങ്ങൾ തന്നെ. അതെ, ആര് പാടാനാണ് ആഗ്രഹം? അത് ഞാൻ തന്നെ പാടുന്നത്. പാടുന്ന നിങ്ങൾ തന്നെ. പുതിയ സ്റ്റൈലാണോ അല്ലെങ്കിൽ പഴയ സ്റ്റൈലാണ്? അതൊരു ഫോക്ക് റാപ്പ് മിക്സാണ് എന്ന് പറയും. അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് പാടാൻ ശ്രമിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഒരു ടൈപ്പ് ചെയ്യുന്നൊരു പാട്ടുകാരനായി മാറരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളെല്ലാ സംഭവങ്ങളും നമ്മൾ ശ്രമിച്ചു നോക്കണം. നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ശ്രമങ്ങൾ ചിലപ്പോൾ അത് വിജയിക്കാം, അല്ലെങ്കിൽ പരാജയപ്പെടാം, വട്ടെവർ. നമ്മൾ ശ്രമിച്ചു എന്നുള്ളത് കലാകാരൻ്റെ ഏറ്റവും വലിയൊരു ഒരു ലിറിക്സ് റൈറ്റർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന എവിടെയാണെന്ന് അറിയാം. നമ്മൾ മ്യൂസിക് ചെയ്തിട്ടുണ്ടാവാം, ലിറിക്സ് ചെയ്തിട്ടുണ്ടാവാം. അത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഒരുപാട് ഫാൻസുള്ള അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സിംഗർ വന്ന് പാടുമ്പോഴാണ്, പാട്ടുകാരൻ വന്ന് പാടുമ്പോഴാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തത്? കാരണം ഞാൻ ഒരുപാട് പേരെ സമീപിച്ച് നോക്കി, എനിക്ക് ആരെയും കിട്ടിയില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട്, ഒരുപാട് ഗോൾ അച്ചീവ് ചെയ്യാനുണ്ട്. സോ അതിനകത്തുനിന്ന് അതിലേക്ക് എത്തുന്നത് വരെ വൺസ് ഞാനൊരു അഡ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൊടുക്കുന്ന പാട്ടുകളിൽ എന്നോട് സഹകരിക്കാൻ ആൾക്കാർ വരും. ഞാനിവിടെ ഈ അടുത്ത് ഒരു അത്യാവശ്യം ഇപ്പടുത്ത് അറിയപ്പെടുന്ന ഒരാളുമായിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അവരെൻ്റെ അടുത്ത് എനിക്ക് തന്ന അഡ്വൈസ് അതാണ്. ആക്ച്വലി അവരും എന്നെപ്പോലെ തന്നെ സ്ട്രഗ്ലിംഗ് പീരീഡിലാണ്. സോ വൺസ് അവർ റീച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കൂ, എന്നിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം എന്നതാണ് എനിക്ക് എല്ലായിടത്തു നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. അങ്ങനെയാണ്. അവരെന്നെ നിരാകരിച്ചിട്ടല്ല, പക്ഷേ എനിക്ക് അത് മനസ്സിലായി ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് പോകുന്നത്. സോ ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ. അതെ. ഇപ്പോൾ ഒരു ട്രാക്കും കൂടി പറയാനുണ്ട്. തീക്കനൽ എന്ന് പറയുന്നൊരു ട്രാക്കുണ്ട്. അത് ഈ മാസം ലാസ്റ്റ് റിലീസാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തീക്കനൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്ക് ദ ലാസ്റ്റ് മൂമെൻറ്റ്, ദ ലാസ്റ്റ് ഹോപ്പ് എന്ന് പറയുന്ന സംഭവം തീക്കനൽ പോലെ അവൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചിന്തയാണ് പലപ്പോഴും അവരെടുക്കുന്ന ആ ലാസ്റ്റ് മൊമെൻറ്റിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മാറ്റിമറിക്കുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ഒരു മ്യൂസിക് ഫീൽഡിലേക്ക് വന്നത്. സോ അങ്ങനെയാണ് ആ ഒരു ട്രാക്ക് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതും എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സഫാൻ്റെ ലിറിക്സിലും മ്യൂസിക്കിലും ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള പാട്ടുകാരൊക്കെ വന്ന് പാടട്ടെ. ഇൻഷാ അല്ലാഹ് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ. എനിക്കങ്ങനെ എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കും ഒരു വർക്ക് ചെയ്യാൻ പറ്റട്ടെ. കൂടുതൽ പാട്ടുകളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 4 പാട്ട് എങ്ങനെയാണ് സ്പോട്ടിഫൈയിൽ തിരഞ്ഞാൽ കിട്ടുക അല്ലേ? യെസ്, 4 പാട്ടുകൾ. ഈ 4 പാട്ടിനകത്ത് നമുക്കൊക്കെ ഒരേ ഫീഡ്ബാക്കാണ് കിട്ടുക, നമ്മളെ കാറ്റഗറി. നിങ്ങളെ സംബന്ധിച്ചിട്ട് അറിയുന്നവരും അറിയാത്തവരും ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ പരിപാടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പേര് സെർച്ച് ചെയ്യും, സഫാൻ സാഫ്. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് കേൾക്കുന്ന പുതിയ ആളുകളുണ്ട്. 4 ആളുകൾ പുതുതായിരിക്കും എന്ന് കൂട്ടിക്കും. ഈ 4 ആളും 4 രീതിയിലുള്ള പാട്ടുകൾ കേട്ടിട്ട് സഫാൻ ഭായിക്ക് മെസ്സേജ് അയക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. അത് ഓൾറെഡി ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങളെ പാട്ടുകൾ. അങ്ങനെ വന്നതിൽ ആ 4 പാട്ടുകളുടെ ഡിഫറെൻറ്റ് അഭിപ്രായങ്ങൾ പറഞ്ഞു. ആദ്യം സ്പോട്ടിഫൈയിൽ വന്ന പാട്ട് ഗാസ പാട്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് പലരും ഞാൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറത്ത് രാഷ്ട്രീയ മേഖലകളിൽ നിന്നും വലിയ സ്ഥാനങ്ങളിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്നവർ, പുറത്ത് വർക്ക് ചെയ്യുന്നവർ, ഈവൻ മലയാളികളല്ലാത്തവർ പോലും വിഷ്വൽസും ബാക്കി നമ്മൾ സബ് ടൈറ്റിൽസിലൊക്കെ നോക്കിയിട്ട് അവർ നമുക്ക് തന്ന ഒരുപാട് മെസ്സേജസുകളുണ്ട്. അവിടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ഓക്കെ ഞാൻ ചെയ്ത വർക്ക് ഇത്രയും ആൾക്കാരിലേക്ക് അത് എത്തി എന്നുള്ളതും. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഏതിലാണ് കേട്ടതെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ബിസേറോ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ പാട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. സത്യം എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ 2-3 ആൾക്കാർ, അപ്പോൾ എനിക്ക് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അത് എനിക്ക് വലിയ, കാരണം എന്നെ സ്വയം ചിന്തിപ്പിച്ചൊരു ഘടകമാണ്. അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനമേ എന്നുള്ള പാട്ടിൽ നമ്മുടെ ഒരു നാടൻ മലയാളിയായുള്ളൊരു മനുഷ്യൻ്റെ ഒരു അതിൻ്റെ പിക്ചറൈസേഷനൊക്കെ അങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത്, ആ വീടും അതിൻ്റെ സംഭവങ്ങളെല്ലാം. അപ്പോൾ അത് എനിക്ക് കേട്ടിട്ട് ആൾക്കാർ പാടിയിട്ട്, അതായത് അവർ
പാടിയിട്ട് പാടിയിട്ട് അയച്ചു. എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ശരിക്കും നിങ്ങൾ പിടിച്ചോട്ടാ, നിങ്ങൾക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട് എന്ന രീതി. അതിവിടെ ആ അത്യാവശ്യം വർക്കിന്റെ പേര് മൗനമേ മൗനം. മൗനമേ എന്നാണ് ആ പാട്ടിന്. മൗനമേ മൗനമേ രാവുകൾ മായവേ മൂകമാം മൂകമാം നോവുകൾ പെയ്യവേ എന്ന് പറഞ്ഞിട്ടൊരു നിങ്ങളെ സാധനം. പാട്ടിന് വേറെ തന്നെ ഒരു ഫീലാ. താങ്ക് യു. അപ്പോൾ ആ ഒരു സംഭവം കേട്ടിട്ട് അതിൻ്റെ വരികൾ, പ്രത്യേകിച്ച് അതിൻ്റെ വരികൾ മാത്രം എടുത്ത് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രണയലേഖനം. അതെ അതെ, അതെനിക്ക് ഭയങ്കര ഒരു അപ്രിസിയേഷൻ ആയിരുന്നു. മൂന്നാമത്തെ അതാണ് ദ ഹൈലൈറ്റ്. അത് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണൂരുള്ള ഒരാളും, അയാൾ ഇവിടെയാണ്, അവിടെ വർക്ക് ചെയ്യുന്നത്. വർക്കിന്റെ പേര് അന്ന് പെയ്തൊഴിഞ്ഞ മഴയിൽ എന്നുള്ള എൻ്റെ ആ ട്രാക്ക്. അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ ഉപ്പാനേക്കാൾ പ്രായമുള്ള മനുഷ്യനാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർ അതിൻ്റെ പാട്ട് കേട്ടിട്ട് എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അവർ പോയിട്ട് അവർ പഠിച്ച LPU സ്കൂളിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, അത് അവരെനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല, പക്ഷെ അവർ എയർപോർട്ടിൽ നിന്ന് ആ പാട്ട് കേട്ടിട്ട് പോകുമ്പോൾ അവരും അവരുടെ ഭാര്യയൊക്കെ എല്ലാവരും കൂടെ നിന്നിട്ട് സെൽഫി എടുത്തിട്ട് എനിക്ക് അയച്ചത്. ഇപ്പോഴും എൻ്റെ വാട്സാപ്പിലുണ്ട് അത്. അവർ പാട്ട് കേട്ടിട്ടുള്ളൊരു സന്തോഷം എനിക്ക് പങ്കുവച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പുതിയ അനുഭവമാണ് എനിക്കതൊക്കെ. ഞാനൊരു പുതിയ ആളാണ്, ഞാൻ ഫീൽഡിൻ്റെ അത്ര വലിയ കാലഘട്ടം ഒക്കെ ഒരുപാട് വർഷങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇപ്പോഴാണ് ഞാൻ എൻ്റെ വർക്കുകൾ പറഞ്ഞു തുടങ്ങിയത്. ആ വർക്കുകൾക്കുള്ള അംഗീകാരമായിട്ട് എനിക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു മരുഭൂമിയിൽ മഴ പെയ്യുന്ന സന്തോഷമായിരുന്നു. കാരണം അത്രയും വിരളമായിട്ട് ഉള്ള വർക്കുകൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ ഇത്രയും ഒരിക്കൽ പോലും കാണാത്തവർ ഒരുപാട് അപ്രിസിയേഷൻസ് വരുമ്പോൾ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിനകത്തൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനമല്ലേ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഞാൻ പറയേണ്ട ഒരാളുണ്ട്, എൻ്റെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഷംസുദ്ദീൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ക്രൗഡിന് മൊത്തം ഇന്നും, കാരണം ആ നാട്ടിലെ ഞങ്ങളെ അറിയപ്പെടുന്ന സ്കൂളാണ് അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ വർഷങ്ങളോളം പ്രധാന അധ്യാപകനായിരുന്ന മാഷാണ്, ഹെഡ് മാസ്റ്ററാണ് പുള്ളിക്കാരൻ. ഇപ്പോൾ ഖത്തറിലാണുള്ളത് മക്കളുടെ കൂടെ. പുള്ളി പാട്ട് കേട്ടിട്ട്, ഗാസ എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് തന്ന വോയിസ് മെസ്സേജ്, അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ, ഇന്നും ചില ആൾക്കാർ നമുക്ക് അങ്ങനെയാണ്, നമ്മൾ എഴുന്നേറ്റ് നിന്ന് പോകും അവർ വരുമ്പോൾ. അത് മാഷ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ബഹുമാനത്തിനല്ലാതെ ഇമോഷണലി അവരോട് കണക്റ്റഡ് ആവുന്നു ഒരുപാട്, വിത്ത് റെസ്പെക്ട്. ആ പേടിയൊന്നും ഉണ്ട്. അതെ, പക്ഷെ ആ ഒരു ആത്മബന്ധം അങ്ങനെയാണ്. പക്ഷെ പുള്ളി നമുക്ക് തരുന്ന മെസ്സേജിൽ അദ്ദേഹമാണ് അതിൻ്റെ ഈ പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ച് നടത്തിയത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്ന എനിക്ക് മുന്നോട്ടേക്കുള്ള, ഇനി എത്ര വർഷത്തോളം ഞാൻ പാട്ട് ചെയ്താലും ആ ഒരു അധ്യാപകൻ എനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലിട്ട്, എൻ്റെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ എനിക്ക് റിപ്ലൈ തരുമ്പോഴൊക്കെ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേടിയ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. മാഷ് പറഞ്ഞൊരു വാക്കുണ്ട്, മാഷുടെ മുന്നിൽ ഒരുപാട് കുട്ടികൾ വിജയിച്ചവരും ഉയർന്ന രീതിയിൽ ഇന്ന് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ മുകളിൽ മാഷ എന്നെ സംസാരിച്ചത് ആ വിഷയം, ഗാസ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ എഴുതിയപ്പോൾ അത്രയും വലിയൊരു അംഗീകാരമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് എനിക്ക് മുന്നോട്ടേക്ക് ഓടാനുള്ള, ഇനി മരണം വരെ മുന്നോട്ടേക്ക് ഓടാനുള്ള ഊർജ്ജം ആ വാക്കുകളിൽ നിന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് വരെ നേടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ. ആ അധ്യാപകൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾ വിദ്യാർത്ഥിയാണ്, പക്ഷെ അധ്യാപകൻ്റെ മുന്നിൽ നിങ്ങൾ കലാകാരനായി മാറിയിട്ടുണ്ട്. ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളാതെ ഇത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഫീലാണ്. നമ്മൾ അപ്പോഴും അവരെ മുന്നിൽ നിൽക്കുന്നത്, വിദ്യാർത്ഥിയായിട്ട് നിൽക്കുമ്പം നമ്മളിലുള്ള കലാകാരനെ ഇഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം അത് താങ്ങാവുന്നതിൽ അപ്പുറത്തുള്ള സന്തോഷമാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം മാസ്റ്ററുടെ ഒരു വാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നാഷണൽ അവാർഡിന് തുല്യമാണ്. തീർച്ചയായിട്ടും. ഞാൻ അത്രയും അതുക്കും മുകളിലൊന്നും അതെ അതെ അതെ. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മാസ്റ്ററുടെ വോയിസ് കേട്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മാമ എന്ന് പറഞ്ഞു, എൻ്റെ മാമയുടെ എൻ്റെ ഏറ്റവും മൂത്ത മാമ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പങ്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മാമ ആണ് പുള്ളി.
എൻ്റെ മാമന്മാരെ കുറിച്ചിട്ടൊന്നും എനിക്ക് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് കടപ്പാട് പറഞ്ഞ് തീർക്കാൻ എനിക്ക് പറ്റില്ല, ഓഫ് കോഴ്സ്. അപ്പോൾ ആ മെസ്സേജ് പുള്ളി കേട്ടിട്ട് മാമ പറയുന്നത്, എനിക്ക് തന്നൊരു സപ്പോർട്ടും പുള്ളിയുടെ അടുത്തുനിന്ന് ആ പാട്ട് എനിക്കൊന്ന് അയച്ചാൽ ഒന്ന് കേൾക്കട്ടെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊക്കെ ഒരു വലിയ അംഗീകാരമായിരുന്നു. പ്രതീക്ഷിക്കാത്ത അംഗീകാരമാണ്. അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിക്കുന്നവരുണ്ട് പലരും, നീ എങ്ങനെയാണ് ഈ സാഹചര്യത്തിലും ഈ പാട്ട് പാടുന്നത്? റിയാലിറ്റിയിൽ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അറിയുന്നവർ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ പാട്ട് പാടുന്നത്, എങ്ങനെയാണ് നീ എഴുതുന്നത്? ശരിക്കും തിരിച്ചല്ലൊരു പറയണ്ടേ, കണ്ടെത്തണ്ടേ. ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു കഴിവുള്ളതിൻ്റെ പേരിലാണ് ഇത്രയും പ്രയാസങ്ങൾക്കിടയിൽ ഈ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് തന്നെ ഞാൻ അവരോട് പറഞ്ഞത്. അല്ലേ? ഇത്രയും സത്യം എൻ്റെ ചുറ്റിലും തീയാണ്. ഞാനൊരു തീക്കകത്താണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തീയിൽ നിന്ന് ഞാൻ മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞാൻ ആ തീയിലേക്ക് വീഴുകയാണ്. എൻ്റെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ കാണുന്ന വെളിച്ചം എൻ്റെ കയ്യിലുള്ള ഈ സംഗീതം വെച്ച് മുന്നോട്ട് പോയി അത് തേടി പിടിക്കുകയാണ്. അത് എത്രത്തോളം എനിക്ക് പറ്റുമെന്നറിയില്ല, പക്ഷെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും നമ്മുടെ അധ്വാനം സത്യസന്ധമാണെങ്കിൽ, നമ്മൾ അധ്വാനിക്കുന്ന ഇതിന് ഒരു ആത്മാർത്ഥമായിട്ട് നമ്മൾ അധ്വാനിച്ച പടച്ചോൻ നമ്മളവിടെ എത്തിക്കും. വിജയിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. സഫ്വാൻ ഭായ്, നമ്മൾ കുറേ സംസാരിച്ച് ഒരു സിനിമാ കഥ പോലത്തെ ജീവിതം കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ട്, അഭിനേതാവ് നിങ്ങളാണ്, പാട്ടുകാരൻ നിങ്ങളാണ്, തിരക്കഥാകൃത്ത് നിങ്ങളാണ്, ഇതെല്ലാം എൻ്റെ ജീവിതമാണ്. അതിനപ്പുറത്ത് യഥാർത്ഥമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളിലൂടെ കാണാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. ഒരു കലാകാരൻ എന്ന രീതിയിൽ ഒരുപാട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. നിങ്ങളെ ആഗ്രഹങ്ങൾക്കൊപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളെ കണ്ണിൻ്റെ മുന്നിൽ വരും. എന്താ പറയുക, ഉള്ളംകൈയിൽ പടച്ചോൻ കൊണ്ട് തരട്ടെ. ഇൻഷാ അല്ലാ. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുക. ആദ്യമായിട്ട് പാട്ടുകൾ എഴുതി തന്ന പ്രിയപ്പെട്ട ഉമ്മ, ആദ്യമായിട്ട് മോനെ ഇന്ന സ്ഥലത്ത് പാടിപ്പിക്കണം, പാടിയിട്ട് കാണണം, കേൾക്കണം എന്ന് ആഗ്രഹിച്ച ഉമ്മ, ഒരു പക്ഷേ കലാകാരൻ എന്ന ആ ഒരു ബ്രാൻഡിങ് ഉണ്ടാക്കിയെടുത്തത് കണ്ടെത്തിയത് ഉമ്മയാണ്. ആ ഉമ്മയ്ക്ക് ആ ഉമ്മയോടുള്ള ഇപ്പോഴത്തെ ഇഷ്ടവും സ്നേഹവും. ഉമ്മജി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉമ്മമാരെപ്പോഴും സ്പെഷ്യലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ആയി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ഉമ്മച്ചിയാണ്. എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എൻ്റെ ഉമ്മച്ചിയാണ്. എവിടെയൊക്കെ ആരൊക്കെ എന്നെ കുറിച്ചിട്ട് അവനിപ്പോഴും ഇങ്ങനെ പാടി നടക്കുകയാണ്, അല്ലെങ്കിൽ അവന് ഇപ്പോഴും ഒരു ചൂടില്ല, അവൻ്റെ ഒരുപാട് പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ പറയുമ്പോഴും എനിക്ക് വേണ്ടിയിട്ട് രാവിൻ്റെ അന്ത്യാമങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എൻ്റെ ഉമ്മച്ചിയാണ്. ഉമ്മമാരെന്ന് പറയുന്നത് മക്കളുടെ ജീവിതത്തിലുള്ള പ്രാർത്ഥനയുടെ കവാടമാണ്. വൺസ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് അറിയുക നമ്മുടെ ലൈഫിൽ എത്രത്തോളം വലുതാണ് ഉമ്മ എന്ന് പറയുന്ന ഫാക്ടറെന്ന്. എനിക്ക് പറയാനുള്ളത്, ഉമ്മമാർ ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുള്ള മക്കൾക്ക് ഇന്നൊരു ദിവസം അവർക്ക് എത്രത്തോളം അവരെ കൂടെ നിൽക്കാൻ പറ്റുമോ നിങ്ങൾ അവരെ കൂടെ നിൽക്കുക. നാളെ അവർ നഷ്ടപ്പെട്ടതിന് ശേഷം അവരെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി നിലനിൽക്കുന്ന 3 കാര്യങ്ങളിലൊന്ന് അവരുടെ മക്കളുടെ പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോഴും ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മക്കളും എല്ലാവരും ഞാൻ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ പോലും അവിടെ എൻ്റെ കാതുകളിൽ നിൽക്കുന്നൊരു സൗണ്ടുണ്ട് എൻ്റെ ഉമ്മയുടെ. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ ഉപ്പ ഫസ്റ്റ് എൻ്റെ ഉപ്പ വരും, ഉപ്പാനെ ഒന്ന് കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് റൂമിൻ്റെ അകത്ത് നിന്ന് മറ്റു മാക്സിയുടെ ഒരു ഇത് പിടിച്ച് എൻ്റെ ഉമ്മ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നത് നമ്മൾ മനസ്സിലിങ്ങനെ കാണും. ഇന്ന് 2 പേരുമില്ല. ഉള്ളപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ഉമ്മാനെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ ഉമ്മയുടെ വില മനസ്സിലാക്കാതെ പെരുമാറുമെന്ന് ഞാൻ ചെയ്തിട്ടില്ല. എപ്പോഴും ഞാനും എൻ്റെ ഉമ്മച്ചിക്ക് പ്രിയപ്പെട്ട മകൻ തന്നെയായിരുന്നു. എൻ്റെ ഉമ്മച്ചിയുടെ വാല്യൂ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷേ ഒരിക്കലും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോ എവിടെ പോയാലും എത്ര വലിയ ഉയർച്ചയിലെത്തിയാലും എനിക്കാഗ്രഹമുള്ളത്, ഇപ്പം ഞാൻ യു എയിലൊക്കെ പലരും കാണും, യു എയിലായാലും ഒമാനിലായാലും ഞാൻ പലരും കാണുമ്പോൾ അവരെ മാതാപിതാക്കളെ കൊണ്ടുവരുന്ന മക്കൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു പ്രായമായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും മകനും അവൻ്റെ ഭാര്യയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം കൊണ്ട് തന്നെയാണ്. എനിക്കത് ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഉമ്മാനെ കൊണ്ടുവരണം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് എൻ്റെ ഉമ്മച്ചിയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് തവാഫ് ചെയ്യണമെന്ന്. പക്ഷെ നടന്നില്ല. അപ്പം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ജെനുവിനായിരിക്കും. പക്ഷെ നമ്മുടെ വിധികർത്താവ് എന്ന് പറയുന്ന തമ്പുരാൻ പടച്ച റബ്ബ് എന്താ വിധിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സംസാരിക്കും ചിലപ്പോൾ ഇമോഷണലായി പോകുന്നുണ്ടാവും. പക്ഷേ ഉമ്മ എന്ന് പറയുന്ന ഫാക്ടർ അത് വലുതാണ്. ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇവിടെ നിൽക്കുന്നതും ഈ പ്രയാസങ്ങളിൽ ഞാൻ നിൽക്കുമ്പോഴും എന്നെ കാക്കുന്നത് അന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്ത എൻ്റെ ഉമ്മച്ചിയുടെ ദുആൻ്റെ വെളിച്ചം മാത്രമാണ്. തീർച്ചയായിട്ടും. മാതാപിതാക്കളുടെ ദുആ എന്ന് പറയുന്ന ഒരു വെളിച്ചം അത് തന്നെയാണ് ഏതൊരു ആളെയും ദുനിയാവിൽ നിലനിർത്തുന്ന സത്യം. അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു ഫാക്ടർ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്ന ദുആ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ കവാടമാണ് എൻ്റെ മാതാവ്. അതാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഇനിയൊരാഗ്രഹം, എൻ്റെ ഉമ്മച്ചി കഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ കഴിഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെടുന്ന ഉമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റണം. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്ന, എന്നെ നിലനിർത്തുന്ന എൻ്റെ ആഗ്രഹം. ഞാൻ പറയാം, എൻ്റെ നെഞ്ചിൽ തൊട്ട് പറയുകയാണ്, ഞാൻ കാരണം പല സാഹചര്യത്തിൽ എൻ്റെ ഉമ്മച്ചി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്ന ഫിനാൻഷ്യൽ ലോസസ്, അവിടെയൊക്കെ എൻ്റെ ഉമ്മച്ചി എനിക്ക് വേണ്ടിയിട്ട് പലരും അഡ്ജസ്റ്റ് ചെയ്തിട്ടും പല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആര് കുറ്റം പറഞ്ഞാലും നമ്മളെ കുറ്റം പറയാത്തത്, നമ്മളെ ഒറ്റപ്പെടുത്താത്തത്, നമ്മൾ ഇട്ടേച്ച് പോവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഉമ്മമാർ മാത്രമാണ്. ഇന്നും മക്കൾ അവരോടത്ത് എന്തെങ്കിലും തിരിച്ച് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ബാക്കിയുള്ളവർ ഇട്ട് പോകും, പക്ഷെ എൻ്റെ ഉമ്മ അവിടെ ഉണ്ടാവും, എൻ്റെ അമ്മ അവിടെ ഉണ്ടാവും, അമ്മ നമ്മൾ വിട്ടിട്ട് എവിടെയും പോകില്ല എന്ന് അവർക്കും ധൈര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടായാൽ കഷ്ടപ്പെടുന്ന അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ കലാജീവിതത്തിലെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വലിയ സംഭവമാണെന്നൊന്നും പറയണില്ല. പക്ഷേ എൻ്റെ ലൈഫ് മൊത്തം ഈ മേഖല, ഇതുപോലത്തെ മേഖലകളിലാണ് എൻ്റെ ലൈഫ് മൊത്തം കഴിഞ്ഞു പോയത്. ഞാൻ കണ്ടതിൽ നിങ്ങളെപ്പോലത്തെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളെപ്പോലത്തെ ഒരു കലാകാരനെ ഞാൻ കണ്ടിട്ടില്ല. കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, വ്യക്തിപരമായിട്ട് പറയാണ്. നിങ്ങൾ കുറച്ചുകൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പൊട്ടിക്കറിയും. ഇതിൽ നിന്നും ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹങ്ങൾ സഫലമാക്കുക, ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക, നാളത്തേക്ക് ബാക്കി വെക്കാതെ ഇന്ന് എന്നെ സ്നേഹിച്ചു തുടങ്ങുക, ഇന്ന് എന്നെ കൂടെ കൂടുക. എൻ്റെ ഈ സംസാരം ആരെങ്കിലും കേട്ടിട്ട് ഇപ്പോൾ അവരുടെ മൊബൈൽ എടുത്തിട്ട് അവർക്ക് അവരുമ്മാനെ വിളിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. കാരണം വൺസ് ഇന്നിപ്പോൾ എൻ്റെ ഒരു പാട്ട് കേട്ട് എനിക്കൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഞാനത് ആദ്യം പറയാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ഉമ്മച്ചിയോടാണ്. സോ അവിടെ ഇല്ല. സോ നിങ്ങളെ പരിചയപ്പെട്ടുള്ള ഒരുപാട് സന്തോഷം. നമ്മുടെ ഗാലറി വിഷൻ മീഡിയൻ്റെ ദുബായിലെ ഫ്ലോറിൽ വന്നിട്ട് നിങ്ങളുടെ ജീവിതം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ കലാകാരൻ എന്നതിലപ്പുറത്തേക്ക് നല്ലൊരു വ്യക്തിയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായിട്ടുള്ള പെറ്റുമ്മാനെ ഒരുപാട് നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന, വാക്ക് വേണ്ടി മരണം വരെ ദുആ കൊണ്ട് ഉമ്മാൻ്റെ എന്താ പറയുക സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആ നല്ല ആഗ്രഹങ്ങളെല്ലാം പടച്ചവൻ സാധിപ്പിച്ചു തരട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന, ദുആ. നമ്മൾ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും. തീർച്ചയായും.